വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്നൊരു സ്റ്റേക്കേഷൻ്റെ വ്ളോഗാണ് കേട്ടോ. നമ്മൾ ഫാമിലി ആയിട്ട് ആദ്യമായിട്ട് പോകേണ്ട ട്രിപ്പാണിത്. അപ്പോൾ നമ്മൾ കൊച്ചിയിലെ കാക്കനാടുള്ള സെനിറ്റ് വില്ലിലാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആരി കിച്ചണിൽ ജോഷുയുടെയും എൻ്റെയും ഫാമിലി, അതുപോലെ തന്നെ ജോഷുവയുടെ ചേച്ചിയുടെയും മേമ്മയുടെയും ഫാമിലി. അപ്പോൾ ഈ 4 ഫാമിലിയും കൂടിയിട്ടാണ് നമ്മൾ ഈ ട്രിപ്പ് പോകുന്നത്. അപ്പോൾ നമ്മളൊരു ട്രാവലറൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ വീട്ടിൽ ഒരു പ്രെയറൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ട്രാവലറിലേക്ക് കയറുന്നത്. അതിന് ശേഷം ഒരു ഫണ്ടാകാൻ വേണ്ടി നമ്മുടെ വണ്ടിയിലുള്ള ഓരോരുത്തരും പാട്ട് പാടിക്കാൻ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ബോബിയുടെ കല്യാണം വേദന ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ അവൾ പാടുമ്പോൾ നമ്മളെന്തായാലും അവൾ ആ പാട്ട് വെച്ച് തീർക്കാനൊക്കെ തുടങ്ങി. നമ്മളൊരു 7 മണിക്ക് തുടങ്ങി യാത്ര ചെയ്യാണ്ട് പെട്ടെന്ന് എല്ലാവർക്കും വിശന്നു. അപ്പം നമ്മൾ അടുത്ത് കണ്ട വെജ് ഹോട്ടലിലേക്ക് നമ്മൾ കയറി, അതായത് ഷെറോണ ഭവനിലേക്കാണ് നമ്മൾ കയറിയത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാവാം ഫസ്റ്റ് യാത്ര. എപ്പോഴും വെജ് ഹോട്ടൽ തന്നെയാണല്ലോ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞങ്ങൾ എടുത്തതും അതുപോലത്തെ ഒരു വെജ് ഹോട്ടലാണ്. ഓഫ് കോഴ്സ് രാവിലെ ആണ് നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇത്രയും പേരുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് അത്രയും പേർക്ക് ഒരുമിച്ചിരിക്കാനുള്ള ടേബിളൊന്നും കിട്ടിയില്ല. അപ്പോൾ എല്ലാവരും സെപ്പറേറ്റ് ടേബിൾസ് എന്ന രീതിക്ക് ഇരുന്നിട്ടൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനായിട്ട് പറ്റിയത്. എന്തായാലും കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് നമ്മുടെ ഫുഡൊക്കെ വന്നു, ബ്രേക്ക്ഫാസ്റ്റ് വന്നു. നമ്മൾ ഇഡ്ഡലി, ദോശ, ചായ അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഫുഡുകളൊക്കെ ഓർഡർ ചെയ്തത്. കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു, നമുക്കറിയില്ല ഇത്രയധികം പേരുണ്ടായിരുന്നു. സോ അങ്ങനെ നമുക്ക് ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ മതി നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ലതായിരുന്നു. അങ്ങനെ അടുത്ത ചന്ദനക്കൂരയൊക്കെ തൊട്ടിട്ട് ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറാൻ പോവാണ്. അങ്ങനെ അതാ ഓരോരുത്തരായിട്ട് വണ്ടിയിലൊക്കെ കയറി തുടങ്ങി. നമ്മൾ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഇത്രയധികം കൗണ്ടുള്ള കാരണം കൊണ്ട് ഒരു എണ്ണടക്കണ പരിപാടി ഉണ്ട്. കാരണം എല്ലാവരും കയറില്ലെന്ന് ഉറപ്പ് വരുത്തുന്നല്ലോ. സോ ഒരു ഫാമിലി വൈസ് നമ്മൾ കൗണ്ടൊക്കെ എടുത്ത് നോക്കി എല്ലാവരും കയറി എടപ്പള്ളി പോവാനൊക്കെയാണ്. അല്ല കുട്ടി പറയും എടപ്പള്ളി പോവാ, നമ്മൾ പോണേ എടപ്പള്ളി കഴിഞ്ഞിട്ട് നമ്മള് അന്താക്ഷരി ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോ കോളമാണ് ഓരോ ടീം.
സംഭവം നമ്മൾ അറിഞ്ഞില്ല. എടപ്പള്ളി എത്തി. നമ്മൾ കറക്റ്റ് കുർബാനയുടെ സമയത്തേക്ക് തന്നെയാണ് എത്തിയത്. അങ്ങനെ നമ്മളത് എല്ലാവരും വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എടപ്പള്ളി പള്ളിയിലേക്ക് പോവാണ്. അപ്പോൾ എനിക്ക് ഓൾറെഡി ജോഷിനെ കൊണ്ട് പള്ളിക്ക് പോകുന്നത് നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു. ബിക്കോസ് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ കാര്യം ആദ്യം വീട്ടിൽ പറയാനായിട്ട് എനിക്ക് നല്ല പേടിയായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് നേർച്ചതിന് ശേഷമാണ് എനിക്ക് അതിനുള്ള ധൈര്യം വന്നത്. സോ എനിക്ക് വലിയ മാത്രമല്ല അതൊരു കുർബാനയും ഞാനിരിക്കുന്നതാണ് ഞങ്ങൾ പോകുന്നത്. സോ ഇവിടെ നടന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് നടക്കുന്നുള്ളൊരു വിശ്വാസമൊക്കെ വന്നിട്ടൊരു പള്ളിയാട്ടോ ഇത്. ഇവിടുന്ന് തന്നെ അവിടുത്തെ ഒരു കിണറ്റിൽ നിന്ന് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുമായിരുന്നു. അപ്പം ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചു അവിടുത്തെ. അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത സ്പോട്ടായിട്ടുള്ള ലുലുമാളിക്ക് പോകാൻ വേണ്ടിയിട്ട് ഊബർ ഇട്ട് വെക്കും. നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം കുറേ നാൾ പറഞ്ഞിട്ടാണ് നമുക്ക് ഈ ട്രിപ്പൊക്കെ ഓണായത്. ഓൾറെഡി കൊച്ചിയിലായതുകൊണ്ട് അവൾ നേരെ ലുലുമാളിക്ക് ജോയിൻ ചെയ്യാമെന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ നമ്മൾ അവളെ മീറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ട് മുകളിൽ ഫുഡ് കോർട്ട് പോയി കഴിക്കാനായിരുന്നു പ്ലാൻ. സോ നമ്മളെല്ലാവരും കൂടെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി നമുക്ക് ഇനി വേണ്ട ഐറ്റംസുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോവാണ്. സോ ഇവിടെ നമുക്ക് അറിയാമല്ലോ കുറേ വൈഡായിട്ടുള്ള വെറൈറ്റി ഐറ്റംസുകളുണ്ട്. പക്ഷെ നമുക്ക് നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് ഒരു സാധനം ചൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ, സോ നമ്മൾ കുറേ സമയത്ത് ഹൈപ്പർ മാർക്കറ്റിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീട്ടിലേക്കുള്ള കുറച്ച് ഐറ്റംസുകളൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് എത്തിയത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മളത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ഇവിടെ ഒരു ഓണം ഫെസ്റ്റ് നടക്കുന്നത് കണ്ടത്. അതായത് ഓണത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കളിക്കാം. നമ്മളെ പങ്കായതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ തുഴയണ പോലെ കാണിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ബോട്ടിന് മൂവ് ചെയ്യും. സോ അതിൽ ആരാധിത്യം എന്നുള്ളതാണ് നമ്മുടെ ഗെയിം. അപ്പോൾ ഇത് നമ്മൾ പല കോമ്പറ്റീഷൻസായിട്ട് കളിച്ചു. അമ്മയും ഞാനും അതുപോലെ തന്നെ ചേച്ചിയും മേമ്മയും അങ്ങനെ പല രീതിക്ക് നമ്മൾ കളിച്ചു. നമുക്ക് ഒരു ഒരു ഇടയ്ക്കൊരു എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് പോലത്തെ ഒരു ഗെയിം തന്നെയായിരുന്നു. കാരണം നമുക്ക് ഫ്രീ ആയിട്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ എത്രയാണെങ്കിലും കളിക്കായിരുന്നു. അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നില്ല. അതൊരു ഫൺ ഗെയിം ആയിരുന്നു, രസമായിരുന്നു. അപ്പോൾ ഇവിടെ ബ്ലൂ ടീമാണ് ജയിച്ചത്. അപ്പോൾ അടുത്ത ടീമിന് കയറാം. ചേച്ചിയും ബോബിയാണ് അടുത്തത് ജയിച്ചത് ബോബി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതായത് ബ്ലൂ ടീമാണ് എപ്പോഴും ജയിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡൗട്ടായി ബ്ലൂ ടീം തന്നെയാണ് എപ്പോഴും ജയിക്കുന്നത്. ബ്ലൂ ടീമിൽ ഇങ്ങനെ മാത്രമാണ് ഇതുവരെ ജയിച്ചിട്ടുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളത് ഒരുപാട് നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ സെനിറ്റ്. അതിന് മുന്നേ വാട്ടർ ഒന്ന് ട്രൈ ചെയ്താലും എല്ലാവർക്കും ആഗ്രഹം. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടുന്ന് മെട്രോ കയറി വൈറ്റിൽ ഇറങ്ങി അവിടുന്ന് മെട്രോ കയറി സെനത്തേക്ക് പോയാലൊന്ന്. അപ്പം അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മളിപ്പോൾ നമ്മുടെ ലുലു മാളിൽ നിന്ന് മെട്രോ കയറാനുള്ള പോവാണ്. അപ്പോൾ ഇവിടുന്ന് പോകുന്ന വഴി ശരിക്കും ഒരു ഫ്ലൈറ്റിലേക്ക് പോകുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണല്ലോ അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു പാത്തൊക്കെ കൂടെ നമ്മൾ മെട്രോയിലേക്ക് എത്തി. സോ മെട്രോയിലേക്കൊക്കെ ഡാഡിക്ക് വയ്യാത്തതുകൊണ്ട് വീൽ ചെയറിലാണ് നമ്മൾ കൊണ്ടുപോയിരുന്നത്. അങ്ങനെ നമ്മൾ മെട്രോയിൽ വെയിറ്റ് ചെയ്യാണ് നമ്മുടെ ട്രെയിൻ വരാനായിട്ട്. വൈറ്റിലേക്കാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കണേ. നല്ല തിരക്കുണ്ട് ആ ഒരു വെയിറ്റിംഗ് ഏരിയയിൽ തന്നെ. നമുക്ക് നോക്കാം ഇനി നമുക്ക് സീറ്റ് കിട്ടില്ല എന്നൊക്കെ. അങ്ങനെ നമ്മുടെ മെട്രോയിൽ നമ്മൾ ഇതുപോലെ ഭയങ്കര തിരക്കിനായിരുന്നു പ്രതീക്ഷിച്ച പോലെ. അപ്പം നമുക്ക് അധികം സീറ്റൊന്നും കിട്ടിയില്ല. കിട്ടിയവർ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഡാഡീനെ കയറ്റാനായിട്ട് അവിടെ സെക്യൂരിറ്റിക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ മെട്രോ ഇറങ്ങുമ്പോഴാണെങ്കിലും അവർ കൃത്യം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ തന്നെയാണ് ഡാഡീനെ തിരിച്ച് ഇതിൻ്റെ മെട്രോൻ്റെ പുറത്തേക്ക് വരുത്തിച്ചത്. അത് നമുക്ക് വല്ലാത്തൊരു ഹെൽപ്പായിരുന്നു. അല്ലെങ്കിൽ ഡാഡിക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഹെൽപ്പ് ഇറ്റ്സ് വെരി ഗുഡ് ഫ്രം മെട്രോ. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ മെട്രോ ഇറങ്ങി നമ്മൾ നേരെ വൈറ്റിലെ സ്റ്റോപ്പിലെത്തിയിട്ട് അവിടെ നമ്മളിങ്ങൊരു ചായ കുടിക്കുകയാണ്. അപ്പോൾ ചായയും ജ്യൂസൊക്കെ ആയിട്ട് എല്ലാവരും അവരവർക്ക് വേണ്ട രീതിക്ക് നമ്മൾ ഓർഡർ ചെയ്തു. ഇവിടെ നിന്ന് നമുക്ക് അടുത്ത ഗ്യാപ്പാണുള്ളത്. അരമണിക്കൂർ ചായ കുടിച്ചിരിക്കുന്ന ഒരു ടൈം. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് കറക്റ്റ് അറിയില്ല. നമുക്ക് സമയം നോക്കിയപ്പോൾ 4 പേര് അങ്ങനത്തെ ഒരു മെട്രോൻ്റെ എൻ ടൈം മാത്രം നമ്മൾ നോക്കിയാൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നേരെ ഓപ്പോസിറ്റാണ് വാട്ടർ മെട്രോ. സോ നമുക്ക് വാട്ടർ മെട്രോ കയറാൻ ആഗ്രഹിക്കുന്നവർ ഈ വൈറ്റിലെ മെട്രോ ഇറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് എളുപ്പം തന്നെ വാട്ടർ മെട്രോയിൽ എത്തി. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ഭയങ്കര കാലിയായിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ എന്താ ആരും ഇല്ലാത്തപ്പോൾ നമ്മൾ മാത്രമല്ല സുഖമായിട്ട് പോകാമെന്നുള്ള പ്ലാനിലൊന്നും ഇരിക്കണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതാണ് വാട്ടർ മെട്രോൻ്റെ ഒരു ഏരിയ. ഇവിടെ ഫുള്ള് തിരക്കായിട്ടുള്ളൊരു രംഗം എനിക്ക് ആലോചിക്കാൻ വയ്യ. കാരണം വലിയൊരു വിശാലമായിട്ടൊരു സ്ഥലം. പക്ഷെ ഇപ്പോൾ ഇവിടെ ആരും ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് സുഖമായിട്ട് വാട്ടർ മെട്രോ കയറാം. പ്രൈവറ്റായിട്ട് കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിക്കും. കണ്ടറിയാം അല്ലേ. അങ്ങനെ വാട്ടർ മെട്രോന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ വാട്ടർ മെട്രോ കയറാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു വലിയ ക്യൂ നമുക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ചു നമ്മൾ ആദ്യമായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. അപ്പോൾ തന്നെ കയറാറുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ എത്തിയ വഴിക്ക് തന്നെ അവിടെ ഒരു മെട്രോ പോയി. സോ നമുക്ക് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെയാണ് ഈ ക്യൂ ഒക്കെ ആയി. പക്ഷേ ആ ക്യൂവിൻ്റെ ആദ്യത്തിൽ നമ്മൾ തന്നെയായിരുന്നു കേട്ടോ.
അപ്പം നമ്മളങ്ങനെ ക്യൂവിൽ കുറേ കഷ്ടപ്പെട്ടാണെങ്കിലും അങ്ങനെ വെയിറ്റ് ചെയ്തു. നമുക്കൊരു അരമണിക്കൂർ മിസ്സായതിൻ്റെ ഒരു 5 മിനിറ്റ് ഗ്യാപ്പിലാണ് ഞങ്ങൾക്ക് ആ മെട്രോ മിസ്സായത്. ഇനിയിപ്പം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഞങ്ങളുടെ കൂടെ ക്ഷമയോടെ കാത്തിരുന്നു. അതിന് അടുത്ത മെട്രോ വന്നപ്പോഴേക്കും നമ്മളത് എല്ലാവരും റെഡിയായി മെട്രോ കയറാൻ പോവാണ്. ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോകാണെന്നൊക്കെ പറഞ്ഞ് പിള്ളേരെല്ലാവരും ഉഷാറായിരുന്നു. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും വലിയ വ്യത്യാസമൊന്നുമില്ല, ഇങ്ങനെ ഫുള്ള് ഇരിക്കുക ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായപ്പോൾ അവരും വല്ലാണ്ട് ബോറടിച്ചു. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ റഹേലിൻ്റെ ഒക്കെ. അങ്ങനെ ഒരു അരമണിക്കൂർ ട്രാവൽ. നമുക്ക് ശരിക്കും വൈറ്റിൽ ഈ നമുക്കൊരു അരമണിക്കൂർ ഇഷ്ടപ്പെട്ടു പോയി പെട്ടെന്ന് ഞങ്ങളുടെ എത്താം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട്. പിന്നെ ഒരു ഫണ്ണ് ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിക്ക് അങ്ങനെ ഒരു പ്രാവശ്യം പോവാം, അല്ലെങ്കിൽ പിന്നെ അത്യാവശ്യം പോവാം. അതാണ് എനിക്ക് പറയാനുള്ളത്. കരമുട്ടം തന്നെ ബോറടിക്കണ്ട ബോറടിക്കണ്ടാ. നീണ്ട അരമണിക്കൂർ യാത്ര കഴിഞ്ഞത് നമ്മളെല്ലാവരും മെട്രോ ഇറങ്ങി. ഇനി നമുക്ക് അവിടെ നമ്മുടെ ബസ് വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിട്ട് ഇനി നേരെ സെനറ്റൂരിലേക്ക്, നമ്മൾ കാക്കനാടുള്ള സെനറ്റൂരിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്നിടയ്ക്ക് കുറേ പച്ചപ്പും കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷേ ഞങ്ങൾ പോണ വഴിയിൽ കുറച്ച് വഴി ബ്ലോക്കായിട്ട് കുറച്ച് വട്ടം തിരിഞ്ഞു. എന്നാലും ഒരു തരത്തിൽ നമ്മൾ അവിടെ കാക്കനാട് സെനറ്റൂരിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ മാപ്പ് ഇട്ട്, അതായത് ആ വഴിയിലൊരു ഇഷ്യൂ കൊണ്ടാണ്, അല്ലെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. അതായത് അന്നൊരു പണി നടക്കുന്ന കാരണമാണ് നമുക്ക് ഒരു ഇഷ്യൂ ഉണ്ടായത്. അല്ലെങ്കിൽ നമുക്ക് മാപ്പിട്ട കറക്റ്റ് ലൊക്കേഷനിലേക്ക് തന്നെ സെനറ്റൂരിലേക്ക് തന്നെ എത്താൻ പറ്റുമായിരുന്നു. അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ കുറേ നാളത്തെ പ്ലാനിങ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു സെനിത്തുമല്ല നമ്മുടെ വൊക്കേഷൻ, നമ്മുടെ ട്രിപ്പിൻ്റെ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. എല്ലാവരും ക്ഷീണിച്ച മകൻ. നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് എത്തി ഗായ്സ്. എല്ലാവരും ക്ഷീണിച്ചു. എത്തിയത് അവിടെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി പൂളിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പൂള്. ഭയങ്കര വലിയ പൂളിന് കുറച്ച് ആഴമൊക്കെ ഉണ്ട്. എൻഡിലേക്ക് ഭയങ്കര ആഴമുണ്ടായിരുന്നു. പൂള് കണ്ടപ്പോൾ എല്ലാവരും അതിലേക്ക് ചാടി കളിക്കാനുള്ള ഇൻട്രസ്റ്റ് തന്നെ ആയിരുന്നു. ആരും മാറി നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ബോബി ഇതാ പൂളിലേക്ക് ചാടാൻ പോവാണെന്നുള്ള രീതിക്ക് നിൽക്കുമായിരുന്നു. നമുക്ക് നോക്കാം ബോബിയുടെ ചാട്ടം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ ബുദ്ധി. അവിടെ അങ്ങനെ സ്കോർ ചെയ്ത പാട്ടിനായിരുന്നു. സ്വിമ്മിങ്ങിന് പോകാം. ലെറ്റ്സ് ഗോ കം. ഇങ്ങനെ ഇങ്ങനെ ചെയ്യൂ ബാലു, ഇങ്ങനെ 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 ചെയ്യൂ ബാലു, ഇങ്ങനെ 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 ബാലു, ഇങ്ങനെ ഇങ്ങനെ. കളിച്ചാ കിടന്നൊക്കെ ചിരിക്കാമോ കുട്ടി? ഇങ്ങോട്ട് നോക്ക്. അങ്ങനെ നമ്മൾ പൂളിന്നൊക്കെ ഇറങ്ങിയിട്ടതാ കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മളിത് അവിടെ കുറച്ച് നേരം കളിക്കാനിരിക്കുകയാണ്. നമ്മൾ സ്വിഗ്ഗിയാണ് ചെയ്തത്. അപ്പോൾ നമ്മളിതുപോലെ ജങ്ക് അതുപോലെ ചീട്ട് അങ്ങനെ കുറച്ച് ഗെയിംസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ റമ്മീസ് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങളത് ഡാൻസ് പാർട്ടിയാണ് കേട്ടോ, DJ പോലെ. നമ്മൾ ലൈറ്റൊക്കെ അടിച്ച് അങ്ങനെ DJ ലൈറ്റ്സൊക്കെ വെച്ച് പാട്ടൊക്കെ വെച്ച് സ്പീക്കറിൽ നമ്മൾ ഡാൻസ് കളിക്കാൻ പോവാണ്. സോ ഈ ഡാൻസിന് ബോയ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, പിള്ളേർ, ഞങ്ങൾ ഗേൾസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ദാറ്റ് വാസ് വെരി ഫൺ. അതായത് നമ്മൾ കുറേ റിലാക്സ്ഡായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചത് നമ്മുടെ ഈ ഡാൻസ് പരിപാടി തന്നെയായിരുന്നു.
നമ്മൾ ഓണത്തിൻ്റെ അടുത്തായിട്ട് പോയായിരുന്നു. ഒരു ഓണം ഷൂട്ടും ഓണം വൈബിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു ഓണം വെട്ടയിൽ ഒരുങ്ങി റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് ഇനി അതിൻ്റെ വിശേഷങ്ങൾ കാണാം. അതിൻ്റെ കൂടെ എടുത്ത ഓണം മലയാളി ഫാഷൻ ഷോ ആണ് ഞങ്ങൾ എപ്പോൾ കാണിക്കാൻ പോണേ. Keep it low key, keep it softly spoken, with no strings tying you to me. I'm happy in your company with no emotion, 'cause my love deserves to be free. I never wanna look at a house in the garden, I never wanna lie. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇത് നീ ഇപ്പിണ്ടാക്കിയതാണോ? ഇതിൻ്റെ ഈ ഫ്ലോപ്പ് ആവാത്ത ഒറിജിനൽ വീഡിയോ ഞാൻ യൂട്യൂബിലിട്ടുണ്ടേ. പിന്നെ നമ്മൾ ഫാമിലിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഇവിടെ നേരെ ലഞ്ച് കഴിക്കാനാണ് പോയത്. അവിടെ നിന്ന് മുതലുള്ള ഫോട്ടോസ് മാത്രം ഇവിടെ കയറി. നമ്മൾ ആ തിരക്കിൽ വീഡിയോസൊന്നും എടുത്തില്ല. സോ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യാം. നമ്മൾ ലെറ്റ്സ് ഡൈനുള്ള കാക്കനാടുള്ള ആ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചത്, ലഞ്ച് കഴിച്ചത്. അതായത് നല്ലൊരു മീൽസാണ് കഴിച്ചത്. നല്ല അടിപൊളി ഫുഡായിരുന്നു അവിടുത്തെ. സോ അത് കഴിഞ്ഞ് നമ്മൾ പോയത് കൊച്ചി മട്ടാഞ്ചേരിയിലുള്ള സിനഗോഗിലേക്കാണ്. അതും അടിപൊളിയായിട്ടുള്ളൊരു വൈബായിരുന്നു. നമ്മുടെ അവിടുത്തെ ഹിസ്റ്ററിയൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ 1 ഡേ ട്രിപ്പ്, ഒരു സ്റ്റേക്കേഷൻ, അടിപൊളി സ്റ്റേക്കേഷൻ ആയിരുന്നു. അപ്പോൾ ആദ്യം വീഡിയോ കണ്ടിട്ട് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. ബൈ ഫ്രം സ്നേജ അൺപ്ലഗ്ഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.